നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കൂർക്കഞ്ചേരി GPH സ്കൂളിന് സമീപം മരത്തടികൾ കയറ്റി വന്ന ലോറിയിൽ നിന്നും കാറിന് മുകളിലേക്ക് തടികഷ്ണങ്ങൾ വീണ് അപകടം. ഇരിങ്ങാലക്കുടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ പിടികൂടി. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വടിവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വഴിമുട്ടുന്നു. മണൽ ലോറികളുടെ പാച്ചിലിൽ വലഞ്ഞ് നാട്ടുകാർ. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കൂർക്കഞ്ചേരി GPH സ്കൂളിന് സമീപം മരത്തടികൾ കയറ്റിവന്ന ലോറിയിൽ നിന്നും കാറിന് മുകളിലേക്ക് തടികഷ്ണങ്ങൾ വീണ് അപകടം. കാട്ടൂരിൽ നിന്നും ഈറോഡിലേക്ക് തടികഷ്ണങ്ങൾ കൊണ്ടുപോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന് സമീപം നിന്ന മരത്തിൽ തട്ടി ലോറിയിലെ മരകഷ്ണങ്ങൾ കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂർ പാത വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചതോടെ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. വലിയ വലിയ വാഹനങ്ങൾ റോഡിന് വശം ചേർന്ന് പോയാൽ മരത്തിൽ തട്ടുമെന്ന നിലയിലാണ്. അപകടക്കെണിയായ മരം മുറിച്ചുമാറ്റാൻ പലതവണ അധികൃതരോട് പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനങ്ങളുടെ ജീവന് ഭീഷണിയായ മരം മുറിച്ചു മാറ്റുവാനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ പിടികൂടി. പ്രായപൂർത്തിയാകാത്ത 16 വയസ്സുള്ള അതിജീവിതയെ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജുകൾ അയച്ച് പരിചയപ്പെട്ട പ്രതി സ്നേഹം നടിച്ച് അതിജീവിതയുടെ വീഡിയോകൾ അയച്ച് വാങ്ങിയിരുന്നു. തുടർന്ന് ഒരു ദിവസം രാത്രിയിൽ അതിജീവിതയുടെ വീടിന്റെ മുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി അതിജീവിതയുടെ വീഡിയോകൾ പ്രതിയുടെ കൂട്ടുകാർക്കും അതിജീവിതയുടെ സ്കൂൾ ഗ്രൂപ്പിലേക്കും അയക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിൽ പേടിച്ച് പുറത്തിറങ്ങിയ അതിജീവിതയെ പ്രതി ശരീരത്തിൽ സ്പർശിച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. ഈ സംഭവത്തിന് അതിജീവിത ഇരിങ്ങാലക്കുട വനിതാ സെല്ലിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. കേസിലെ പ്രതിയായ പത്തനംതിട്ട തിരുവല്ല കമ്മലത്തകിടി സ്വദേശി പാണങ്കാലയിൽ വീട്ടിൽ സച്ചു എന്നയാളെയാണ് അന്വേഷണ സംഘം ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ തിരുവല്ലയിലുള്ള വീട്ടിൽ നിന്നും പിടികൂടിയത്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. മതിലകത്ത് വെച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് കൈവശം സൂക്ഷിച്ചു നിൽക്കുകയായിരുന്ന പാപ്പിനുവട്ടം വലിയകത്ത് വീട്ടിൽ ഫജൈർ സെയ്ദ് സലാം എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വടിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. കാരളം താണിശ്ശേരി സ്വദേശി കാട്ടുങ്ങൽ വീട്ടിൽ ബിജുവിനെ വഴിയിലെ പുല്ലു വെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ബിജു താമസിക്കുന്ന വീട്ടിലേക്ക് മാരകായുധങ്ങളുമായി അതിക്രമിച്ച് കയറി അസഭ്യം പറയുകയും ബിജുവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ചേർപ്പ് ഇഞ്ചമുടി സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മിഥുൻ കാട്ടൂർ, ചേർപ്പ്, മണ്ണുത്തി, തൃശൂർ മെഡിക്കൽ കോളേജ് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 തട്ടിപ്പ് കേസുകളിലും 2 അടിപിടി കേസുകളിലും IGI ആൾമാറാട്ടം നടത്തി തട്ടിപ്പ് നടത്തിയ കേസിലും യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലുമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെളുത്തൂർ കുന്നത്തങ്ങാടി സ്വദേശി ചിറ്റൂർ വീട്ടിൽ റെനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കുന്നത്തങ്ങാടി സ്വദേശി പള്ളിക്കര വീട്ടിൽ ഓട്ടോ ഡ്രൈവറായ ഷിഹാബിനെയാണ് മർദ്ദിച്ചത്. കുന്നത്തങ്ങാടിയിൽ വെച്ച് റെനീഷും മറ്റ് 3 പ്രതികളും ചേർന്ന് റെനീഷിന്റെ ഓട്ടോറിക്ഷയിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടു പോവുകയും
ആളൊഴിഞ്ഞ ഒരു വീടിന് സമീപം എത്തിയപ്പോൾ ഷിഹാബിനെ ക്രൂരമായി മർദ്ദിക്കുകയും കത്തിയെടുത്ത് കഴുത്തിൽ കുത്തുകയും ഒഴിഞ്ഞു മാറിയതിൽ ഷിഹാബിന്റെ ഷോൾഡറിൽ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പ്രതികളിൽ ഒരാളായ റിനീഷിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏകദേശം 2 വർഷം മുൻപ് ഷിഹാബിന്റെ ഒരു കൂട്ടുകാരനുമായി പ്രതികളുമായുള്ള തർക്കത്തിൽ ഷിഹാബ് ഇടപെട്ട് മധ്യസ്ഥം പറഞ്ഞ് അത് അവസാനിപ്പിച്ചതിലുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ ഷിഹാബിനെ ആക്രമിച്ചത്. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വഴിമുട്ടുന്നു. മണൽ ലോറികളുടെ പാച്ചിലിൽ വളഞ്ഞ് നാട്ടുകാർ. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി റോഡ് മണൽ ലോറികളുടെ യാത്ര മൂലം തകർന്ന നിലയിലാണ്. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. മണൽ കയറ്റിയ കൂറ്റൻ ടോറസ് ലോറികൾ പതിവായി കടന്നുപോകുന്നത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുകയാണ്. റോഡ് തകർന്നതിനു പുറമെ കുടിവെള്ള പൈപ്പ് തകരാറിലാകൽ, മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളും നാട്ടുകാർ നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കാരണം ചില കുടുംബങ്ങൾ താൽക്കാലികമായി താമസം മാറിയതായും നാട്ടുകാർ പറയുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഏറെ ശ്രമപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡിലെ കുഴികൾ വലുതാകുമ്പോൾ ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴി അടയ്ക്കുന്നതല്ലാതെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാത്രി മുഴുവൻ പാഞ്ഞുപോകുന്ന മണൽ ലോറികൾ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. മണൽക്കടത്ത് അവസാനിക്കുമ്പോഴേക്കും റോഡ് ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കൂടി ഗ്രാമിന് 11,815 രൂപ, പവന് 94,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കൂർക്കഞ്ചേരി GPH സ്കൂളിന് സമീപം മരത്തടികൾ കയറ്റിവന്ന ലോറിയിൽ നിന്നും കാറിന് മുകളിലേക്ക് തടികഷ്ണങ്ങൾ വീണ് അപകടം. ഇരിങ്ങാലക്കുടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ പിടികൂടി. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വടിവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വഴിമുട്ടുന്നു. മണൽ ലോറികളുടെ പാച്ചിലിൽ വലഞ്ഞ് നാട്ടുകാർ. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.